നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടോട്ടൽ സ്റ്റേഷനാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് EDMനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ EDM പഠിക്കുന്നതിന് മുന്നേ നമ്മൾ തിയോഡലൈറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആംഗുലാർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ EDM നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? EDM നമ്മൾ യൂസ് ചെയ്തത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു റിഫ്ലക്ടറിൽ പോയിട്ട് തട്ടി തിരിച്ച് വരുന്ന ഒരു സിഗ്നലിൻ്റെ ടൈം അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് അത് തമ്മിലുള്ള ഒബ്ജക്റ്റും ഒരു ടാർഗറ്റും തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ EDM യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു EDMൻ്റെയും അതുപോലെ ഈ ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെയും അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് ആര് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെക്കൊണ്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഇതിനെക്കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ആംഗിൾ എടുക്കാൻ പറ്റും, ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കാൻ പറ്റും, ഡിസ്റ്റൻസ് അതായത് സ്ലോപ്പ് ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഈ 3 സാധനങ്ങൾ നമുക്ക് ഈ ഒരു ടോട്ടൽ സ്റ്റേഷൻ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോട്ടൽ സ്റ്റേഷനിൽ കിട്ടും. അതാണ് ഈ ടോട്ടൽ സ്റ്റേഷൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ടോട്ടൽ സ്റ്റേഷനിൽ ഡാറ്റയൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്. ഈ മൈക്രോ പ്രോസസ്സറാണ് അതിന് ഡാറ്റ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. അത് ഡാറ്റ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡാറ്റാസ് റീഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും നെസസറി കമ്പ്യൂട്ടേഷൻസ് ചെയ്യാനൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സറാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ടോട്ടൽ സ്റ്റേഷനിൽ നമ്മൾ ആവശ്യമായ ഡാറ്റ കളക്ട് ചെയ്താൽ ഇതിനൊരു ലാപ്ടോപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമായിട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ടോട്ടൽ സ്റ്റേഷനിലുള്ള ഡാറ്റയെ നമുക്ക് എവിടേക്ക് മാറ്റാം, കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ പറ്റും. നമുക്ക് എന്നിട്ട് മാപ്പ് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ലാബിൽ ചെയ്യാനുണ്ടാവും നിങ്ങൾക്ക്. നമുക്കിതിനെ പറ്റിയിട്ടുള്ള തിയറി ജനറലായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ നോക്കി ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ഹാൻഡിൽ ഗ്രിപ്പ് ഉണ്ട് മുകളിൽ, പിന്നെ ഒരു കോളിമേറ്റം, പിന്നെ ഫോക്കസിങ് സ്ക്രൂ, ഐ പീസ്, ടാൻജൻ സ്ക്രൂ, ക്ലാമ്പ് സ്ക്രൂ, പിന്നെ റിമോട്ട്, പിന്നെ വീണ്ടും ഒരു ക്ലാമ്പ് സ്ക്രൂ ഉണ്ട്, ടാൻജൻ സ്ക്രൂ ഉണ്ട്, കീബോർഡ് ഉണ്ട്, ഡാറ്റ പാർട്ട് ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഡിറ്റാച്ചിങ് നോബ് ഉണ്ട്, ഡിസ്പ്ലേ പാനൽ ഉണ്ട്, മെമ്മറി കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതിന് പ്ലേറ്റ് ലെവൽ ഉണ്ട്. ഇപ്പോൾ പ്ലേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും, അതിനെ ലെവലാക്കി വെക്കാനാണ് പ്ലേറ്റ് ലെവൽ. പിന്നെ ബാറ്ററി, അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക പാർട്സ് ഉണ്ട്. പിന്നെ ഫോക്കസിങ് സ്ക്രൂ എന്തിനാണെന്ന് പറയാം, ടാൻജൻ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാനാണ്, ക്ലാമ്പിംഗ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ തിരിക്കാനാണ്. അപ്പോൾ തിയോഡലൈറ്റിനെ പോലെ തന്നെ കുറേ പാർട്സ് എന്തിനും ഉണ്ട്, ടോട്ടൽ സ്റ്റേഷനും ഉണ്ട്. ഈ ടോട്ടൽ സ്റ്റേഷൻ അറിഞ്ഞിരിക്കേണ്ടതെന്നാണ്, ടോട്ടൽ സ്റ്റേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഹൊറിസോണ്ടൽ ആംഗിൾ, പിന്നെ ഒന്ന് വെർട്ടിക്കൽ ആംഗിൾ, പിന്നെ ഒന്ന് സ്ലോപ്പ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു 3 ഫണ്ടമെൻ്റൽ മെഷർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏതൊരു പോയിൻറ്റിൻ്റെയും ബാക്കിയുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോറിസോണ്ടൽ ആംഗിളാണ്. അപ്പോൾ ഹോറിസോണ്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഒപ്റ്റിക്കൽ ആക്സിസ് ഫ്രം ഇൻസ്ട്രുമെൻറ്റ് നോർത്ത് ഇൻ എ ഹോറിസോണ്ടൽ പ്ലെയിൻ. അതായത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് തിയോഡലൈറ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോറിസോണ്ടൽ പ്ലെയിനിലായി തന്നെ കറക്കുന്നതിനെയാണല്ലോ നമ്മൾ സ്വിങ്ങിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളുടെ ടോട്ടൽ സ്റ്റേഷൻ ഈ ഒരു ഡയറക്ഷനിൽ, ഈ ഒരു ഇതാണ് നമ്മുടെ നോർത്ത് എങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ സെറ്റ് ചെയ്തിട്ട് ഹോറിസോണ്ടൽ പ്ലെയിനിന് അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെയ്ത് കിട്ടുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോറിസോണ്ടൽ ആംഗിൾ എന്ന്. ദ റൊട്ടേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഒപ്റ്റിക്കൽ ആക്സിസ്. ഒപ്റ്റിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലൈൻ ഓഫ് സൈറ്റ്. ഇതിനൊരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ലൈൻ ഓഫ് സൈറ്റ് ൻ്റെ റൊട്ടേഷനെ എവിടുന്ന്, ഇൻസ്ട്രുമെൻറ്റിൻ്റെ നോർത്തിന്. ഇതാണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ നോർത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് നോർത്ത് നിന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അതിൻ്റെ ലൈൻ ഓഫ് സൈറ്റിൻ്റെ ആ റൊട്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. ആ ഹൊറിസോണ്ടൽ ആംഗിളാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ അത് ഇൻസ്ട്രുമെൻറ്റ് നോർത്ത് ഇതാ ഇവിടെ കാണിച്ചതുണ്ട്, അതാണ് ഇൻസ്ട്രുമെൻറ്റ് നോർത്ത്. ഇതിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടാവുക, അതല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്സസ് ഉണ്ടാവുക. ഈ ഒപ്റ്റിക്കൽ ആക്സസിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വാഡ്രൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിക്കാം. ഈ പോയിന്റിന് ഇങ്ങനെ ഈ താഴെയല്ല, ഒരു ലെവലിലായിരിക്കും. ത്രീ ഡയമെൻഷണൽ ഫിഗർ അല്ലേ, കുറച്ചൊരു ഹൈറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ അതിൻ്റെ ഈ ഒപ്റ്റിക്കൽ ആക്സിസിനെ മൂവ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടിക്കൽ ആംഗിൾ. ദ ഇൻക്ലിനേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ആക്സിസ് ഫ്രം ലോക്കൽ വെർട്ടിക്കൽ. ഈ കാണിച്ചതാണ് ലോക്കൽ വെർട്ടിക്കൽ. അപ്പോൾ നമ്മളെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു കോർണറിൽ കുറച്ചൊരു ഹൈറ്റിലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഹൈറ്റിലേക്ക് നമുക്ക് സൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ, നമ്മളതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അതിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിക്കണം. അങ്ങനെ തിരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി സ്ലോപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തതെങ്കിൽ
ഇതാണ് നമ്മുടെ ടാർഗറ്റ് പോയിന്റ്. ഈ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തതും ഈ ടാർഗറ്റ് പോയിന്റും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലോപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഡാറ്റാസും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഈ സ്ലോപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത പൊസിഷൻ എങ്കിൽ, ഇതാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ, പോയിന്റ് ഗ്രൗണ്ടിൽ തന്നെയാണെന്ന് വിചാരിക്കുക. നമ്മുടെ പോയിന്റ് ഗ്രൗണ്ടിൽ തന്നെയാണെങ്കിൽ ജസ്റ്റ് ഇതായിരിക്കും നമ്മുടെ എന്തായിട്ട് വരിക, സ്ലോപ്പ് ഡിസ്റ്റൻസ് ആയിട്ട് വരിക. പകരം നമ്മുടെ ഈ ഒരു പോയിന്റ് തന്നെ കുറച്ച് ഹൈറ്റിലാണെങ്കിൽ, ഒന്ന് സങ്കല്പിച്ച് നോക്കുക, കുറച്ച് ഹൈറ്റിൽ ഈ ഒരു ഡോട്ടിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ഡോട്ട് സങ്കല്പിച്ചിട്ട് ഈ ഒറിജിനും ആ ഡോട്ടും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, അത് ചിലപ്പോൾ 3 ഡയമെൻഷനിലാണെങ്കിൽ കുറച്ചുകൂടെ മുകളിലേക്കായിട്ടായിരിക്കും അത് വരിക. അങ്ങനെയുള്ള ആ ഇത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലോപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു ഫണ്ടമെൻ്റൽ റിലേഷനിൽ നമുക്ക് ഉണ്ടാക്കാം. ഈ വെർട്ടിക്കൽ ആംഗിളിന് പറയുന്ന പേരാണ് സെനിത്ത് ആംഗിൾ എന്ന്. വെർട്ടിക്കൽ ആംഗിൾ എന്നും പറയാം, അതിന് സെനിത്ത് ആംഗിൾ എന്നും പറയാം. ഇനി ഹോറിസോണ്ടൽ ആംഗിൾ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഹോറിസോണ്ടൽ ആംഗിൾ മെഷർമെൻറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് 0 ഡയറക്ഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ഹോറിസോണ്ടൽ ആംഗിൾ ഈസ് മെഷേർഡ് ഓൺ എ ഹോറിസോണ്ടൽ സ്കെയിൽ ഫ്രം 0 ഡയറക്ഷൻ. When the user first set up the instrument, choice of 0 direction is made. നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ഡയറക്ഷൻ എവിടെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ നോർത്താണ് നമ്മൾ 0 ഡയറക്ഷനായിട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഈ 0 ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റിനെ പിന്നെ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഇതേ സ്റ്റേഷനിൽ കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, ആ 0 ഡയറക്ഷൻ റിക്കവർ ചെയ്യും. നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും സൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ആ സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ 0 ഡയറക്ഷൻ, നമ്മൾ ഫസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 0 ഡയറക്ഷൻ ഇത് റിക്കവർ ചെയ്യും ആ സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചാൽ. അതാണ് നമ്മൾ 0 ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 0 ഡയറക്ഷൻ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് മെഷർമെൻറ്റ് ഹൊറിസോണ്ടൽ ആംഗിൾ. അതായത് P എന്ന് പറയുന്ന പോയിൻറ്റും ഉണ്ട്, R എന്ന് പറഞ്ഞ പോയിൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ തിയോളൈറ്റ്മാരെ അത്ര കഷ്ടപ്പാടൊന്നുമില്ല, നമ്മൾ റീഡിംഗ് ഒന്നും എടുക്കേണ്ടതില്ല, മാനുവലായിട്ട് നമ്മൾ റീഡിംഗ് എടുക്കേണ്ട. നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് ഈ സ്ക്രീനിൽ നമുക്ക് എന്ത് തെളിഞ്ഞ് കിട്ടും, നമ്മൾ റീഡിംഗ് തെളിഞ്ഞ് കിട്ടും. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പീനെ സൈറ്റ് ചെയ്യണം. പീനെ സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 0 സെറ്റ് ചെയ്തിട്ട് പീനെ സൈറ്റ് ചെയ്യണം, പിന്നെ നേരെ തിരിച്ചിട്ട് ആറിന് സൈറ്റ് ചെയ്യണം. അത്ര മാത്രം ചെയ്താൽ അത് റീഡിംഗ് നമ്മൾ എടുക്കേണ്ട, റീഡിംഗ് ഡിസ്പ്ലേയിൽ വരും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ട് എ സ്യൂട്ടബിൾ ലൊക്കേഷൻ O. സെറ്റ് അപ്പ് ദി ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഡു ഓൾ നെസസറി സ്റ്റേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് അതിന് കറക്റ്റായിട്ട് ആ പ്ലംബ് യൂസ് ചെയ്തിട്ട് ആ സ്റ്റേഷനിൽ തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം, പിന്നെ അതിന് ലെവൽ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ആഫ്റ്റർ സ്വിച്ച് ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ്, ആക്യുറേറ്റ് ലെവലിംഗ് ഈസ് ടു ബി ഡൺ യൂസിങ് ഫുഡ് സ്ക്രൂസ് ആൻഡ് ഇലക്ട്രോണിക് ബബിൾ. നമ്മൾ തിയോളൈറ്റ് ചെയ്ത പോലെ തന്നെ അതിന് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും, ഒരു ബബിൾ ഉണ്ടാവും. ആ ബബിളും പിന്നെ നമുക്ക് ഫുഡ് സ്ക്രൂസും യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഒരു ടാസ്ക് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പുതിയൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ക്രിയേറ്റ് എ ജോബ് എന്ന് പറയുന്നത്. ഒരു ജോബ് നമുക്കതിൽ ക്രിയേറ്റ് ചെയ്യാം, അതാണ് നമ്മുടെ ജോബ്. സൈഡ് ദ ഫസ്റ്റ് ടാർഗറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണെങ്കിൽ എനെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, അതിന് സൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രസ് 0 സെറ്റ് ഇൻ OBS മോഡ് സ്ക്രീൻ. ഈ OBS മോഡ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഈ ഫിഗറിൽ കാണിച്ച പോലത്തെ ഒരു സ്ക്രീനിന് പറയുന്ന പേരാണ്. അവിടെ 0 സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് എയിലേക്ക് എന്താ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, 0 ആണ് റീഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എയിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്തിട്ട് OBS മോഡ് സ്ക്രീനിൽ 0 സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 0 സെറ്റ് വിൽ ഫ്ലാഷ് ചെയ്യും അവിടെ നിന്ന് 0 സെറ്റ്, അതൊന്നും ഇതാവും മിന്നും. അപ്പം വീണ്ടും പ്രസ് 0 സെറ്റ്, പിന്നെ എന്ത് ചെയ്യുക, ആ 0 സെറ്റ് വീണ്ടും പ്രസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എ എന്ന് പറഞ്ഞ ടാർഗറ്റിലേക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടാർഗറ്റിലേക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആണ്. സ്റ്റാർട്ടിങ് 0 ആയി മാറി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടുള്ള ബിയിലേക്ക് ഇതിനെ ടേൺ ചെയ്യണം. അങ്ങനെ ടേൺ ചെയ്യാൻ വേണ്ടി നമുക്ക് അപ്പർ ഹൊറിസോണ്ടൽ ക്ലാമ്പ് സ്ക്രൂ ഉണ്ട്. ആ ഹൊറിസോണ്ടൽ ക്ലാമ്പ് സ്ക്രൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തലയെ മെല്ലെ, നമ്മളെ ലൈനേഴ്സ് അവരുടെ മെല്ലെ തിരിച്ചിട്ട് ബിയിലേക്ക് എത്തിക്കാം. എന്നിട്ട് നമ്മൾ ബീനെ സൈറ്റ് ചെയ്യാം. അങ്ങനെ ബീനെ സൈറ്റ് ചെയ്യുമ്പോൾ പിന്നെ റീഡിംഗ് ഒന്നും നമ്മൾ എടുക്കേണ്ട, ഓട്ടോമാറ്റിക്കലി ആ ഡിസ്പ്ലേയിൽ ഇതാ ഇങ്ങനെ 89 ഡിഗ്രി 59 മിനിറ്റ് ആൻഡ് 50 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. ഇതിനെയാണ് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് നമ്മൾ 0 സെറ്റ് ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആംഗിൾ മെഷർമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ, സെനിത്ത് ആംഗിളിനെയാണല്ലോ നമ്മൾ ഈ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ആംഗിൾ നമുക്ക് സെനിത്ത് ആംഗിൾ എന്നും പറയാം. ഇത് നമ്മൾ ഈ ഒരു സൈറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഒപ്റ്റിക്കൽ ആക്സിസ് കറക്റ്റ് വെർട്ടിക്കൽ ആണെങ്കിൽ, ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ 0 ആയിരിക്കും അല്ലേ. വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും.
അതായത് ഈ ലൈൻ ഓഫ് സൈറ്റ്, അതായത് നമ്മുടെ ഒപ്റ്റിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ പകരം ഇങ്ങനെയാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ആക്സിസ് എങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ ആംഗിൾ എന്തായിരിക്കും? 0 ആണ്. പകരം നമ്മളെ വെർട്ടിക്കൽ ആംഗിൾ ഇങ്ങനെയാണ്, ഒപ്റ്റിക്കൽ ആക്സിസ് ഇങ്ങനെയാണ് വന്നതെങ്കിൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി വെർട്ടിക്കൽ ആക്സിസ് ഒന്നുകൂടെ തിരിഞ്ഞിട്ട് നേരെ ഇങ്ങനെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണെങ്കിൽ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതിനാണ് വെർട്ടിക്കൽ ആംഗിൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ആസോ നോൺ ആസ് സെനിത്ത് ആംഗിൾ. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി അപ്പ് ആയിരിക്കും, 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ ആയിരിക്കും, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. വെർട്ടിക്കൽ ആംഗിൾ ഈസ് മെഷർഡ് റിലേറ്റീവ് ടു പ്ലംബ് ഓഫ് ഡയറക്ഷൻ. മെഷറിംഗ് വെർട്ടിക്കൽ ആംഗിൾ റിക്വയർസ് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഷുഡ് ബി വെർട്ടിക്കൽ. ഇൻസ്ട്രുമെൻറ്റ് കറക്റ്റ് വെർട്ടിക്കൽ ആയിരിക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ആംഗിൾ കിട്ടും. ഇൻസ്ട്രുമെൻറ്റ് ഓൾറെഡി ചെരിഞ്ഞാൽ നിൽക്കുന്നെങ്കിൽ നമുക്ക് റീഡിങ് കിട്ടില്ലല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എന്താണ് ഇൻസ്ട്രുമെൻറ്റിനെ വെർട്ടിക്കലാക്കിയിട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. ടോട്ടൽ സ്റ്റേഷൻ കണ്ടെയ്ൻ ആൻ ഇന്റേണൽ സെൻസർ ദാറ്റ് കാൻ ഡിറ്റക്ട് സ്മോൾ ഡീവിയേഷൻ ഫ്രം ദ ഇൻസ്ട്രുമെൻറ്റ് ഫ്രം വെർട്ടിക്കൽ. അപ്പോൾ അതിലൊരു സെൻസർ ഉണ്ട്. ആ സെൻസറിൽ ഈസി നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ചെറിയൊരു ഡീവിയേഷൻ കറക്റ്റ് വെർട്ടിക്കൽ അല്ലെങ്കിൽ ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കൂടി അതിന് മനസ്സിലാവും. തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ആ ബബിളിൻ്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ എത്ര ആക്യുറേറ്റ് ആയാലും എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിലൊരു സെൻസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെറിയൊരു എറർ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, ആ സെൻസർ അതിൽ കാണിക്കും. With the help of compensator, instrument can point the target exactly in order to make an accurate vertical angle. ഇതിൽ കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, അതിൽ ഒരു പാർട്ട് ഉണ്ടായിരുന്നു. ആ പാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടാർഗറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, സൈറ്റ് ചെയ്യാം. അങ്ങനെ സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആംഗിൾ എന്ത് ചെയ്യും, അതിൽ ഡിസ്പ്ലേ ആവും. പിന്നെ സ്ലോപ്പ് ഡിസ്റ്റൻസ്. സ്ലോപ്പ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യാന്ന് വെച്ചാൽ, ഇൻസ്ട്രുമെൻറ്റ് നമ്മളെങ്ങനെയാണ് ഇത് സ്ലോപ്പ് EDMൻ്റെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ടോട്ടൽ സ്റ്റേഷൻ്റെ ഒരു കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ടു റിഫ്ലക്റ്റഡ് ഡിസ്റ്റൻസ് ഇസ് മെഷർഡ് യൂസിങ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ. നമ്മൾ EDM യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്ലോപ്പ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ EDM ഈസ് യൂസ് ആസ് എ ഗാലിയം ആർസനൈഡ് ഡയോഡ് ടു എമിറ്റ് എ ഇൻഫ്രാറെഡ് ലൈറ്റ് ബീം. ഇൻഫ്രാറെഡ് ലൈറ്റ് ബീമാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാലിയം ആർസനൈഡ് ഡയോഡാണ്. അതൊരു ഇൻഫ്രാറെഡ് ലൈറ്റ് ബീമിനെ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും, ആ ഇൻഫ്രാറെഡ് ലൈറ്റ് ബീം ടോട്ടൽ സ്റ്റേഷനിൽ എന്താ പറയുക എമിറ്റായിട്ട് അതെന്ത് ചെയ്യും, നമ്മുടെ റിഫ്ലക്ടർ എവിടെയാണോ നമ്മുടെ ടാർഗറ്റ് അവിടെ നമ്മൾ റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്, ആ റിഫ്ലക്ടറിൽ പോയിട്ട് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ടോട്ടൽ സ്റ്റേഷൻ എന്ത് ചെയ്യും, റിസീവ് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ടോട്ടൽ സ്റ്റേഷനിൽ നടക്കുന്നത്. ഇൻഫ്രാറെഡ് ബീം ടാർഗറ്റ് ബീമിൽ പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. അതിനെ ടോട്ടൽ സ്റ്റേഷൻ എന്ത് ചെയ്യും, റിസീവ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ നമുക്കൊരു റെഫറൻസ് ഒരു സിഗ്നൽ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിസീവ്ഡ് സിഗ്നൽ ഉണ്ടാവും. അപ്പോൾ ഈ റെഫറൻസ് സിഗ്നലും ഈ റിസീവ്ഡ് സിഗ്നലും തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ്, അതായത് ഫേസ് ഡിഫറൻസ് മെഷർമെൻറ്റ് ചെയ്യാം. നമ്മൾ EDM പറഞ്ഞു നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ 2 മെത്തേഡ്, ഒന്ന് ട്രാൻസിറ്റ് ടൈം മെഷർ ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താം, അതുപോലെ തന്നെ ഫേസ് ഡിഫറൻസ് മെഷർ ചെയ്തിട്ടും കണ്ടെത്താം. 2 തിയറി ഉണ്ട്. ആ ഫേസ് ഡിഫറൻസ് മെഷർ ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഫേസ് ഷിഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റർമൈൻ ചെയ്യും. അങ്ങനെ ആ ഫേസ് ഷിഫ്റ്റ് ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്താക്കി മാറ്റാം, ട്രാവൽ ടൈം ആക്കി മാറ്റാം. ആ ട്രാവൽ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ടോട്ടൽ സ്റ്റേഷനും നമ്മുടെ റിഫ്ലക്ടർ, അതായത് നമ്മുടെ ടാർഗറ്റ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതിനാണ് സ്ലോപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്.